ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത്. ദത്താത്രേയ ഹൊസബാളയെയും രാം മാധവിനെയും MR അജിത് കുമാർ കണ്ടത് 10 ദിവസത്തെ ഇടവേളയിലായിരുന്നു. രാം മാധവുമായുള്ള കൂടിക്കാഴ്ചയിൽ ബിസിനസ് പ്രമുഖരും ഒപ്പമുണ്ടായിരുന്നു എന്നാണ് വിവരം. ADGPയുടെ കൂടിക്കാഴ്ചകൾ സംസ്ഥാന പോലീസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. RSS നേതാവ് ദത്താത്രേയ ഹൊസബാളയെ ADGP MR അജിത് കുമാർ കണ്ടത് 2023 മെയ് 22-ന്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടു. കോവളത്ത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച 2023 ജൂൺ 2-ന്. അതായത് ദത്താത്രേയ ഹൊസബാളയെ കണ്ട് 10 ദിവസത്തിന് ശേഷം. ബിസിനസ് സുഹൃത്തുക്കൾ അടക്കമുള്ളവർ റാം മാധവുമായുള്ള 10 മിനിറ്റ് കൂടിക്കാഴ്ചയിൽ ഒപ്പമുണ്ടായിരുന്നു. ബിസിനസ് സുഹൃത്തുക്കളിലൊരാൾ കണ്ണൂർ സ്വദേശിയെന്നാണ് വിവരം. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ വിശദ അന്വേഷണത്തിനാണ് സർക്കാർ തീരുമാനം. DGP നേരിട്ടാവും അന്വേഷണം നടത്തുക. PV അൻവറിന്റെ ആരോപണങ്ങളിലുള്ള അന്വേഷണത്തെക്കാൾ മുൻപ് കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാക്കും. സ്വകാര്യ സന്ദർശനമെന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ മറ്റുദ്ദേശങ്ങളുണ്ടോ, സർവീസ് ചട്ടം ലംഘിച്ചിട്ടുണ്ടോ, അധികാര ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുക. വീഴ്ച കണ്ടെത്തിയാൽ MR അജിത് കുമാറിനെതിരെ നടപടിയെടുത്തേക്കും. വിവാദ കൂടിക്കാഴ്ചയെക്കുറിച്ച് റാം മാധവ് പ്രതികരിച്ചില്ല. കൂടിക്കാഴ്ചയെക്കുറിച്ച് RSS വിശദീകരിക്കുമെന്ന് BJP നേതാവ് V മുരളീധരൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനും V മുരളീധരന്റെ വിമർശനം. സതീശൻ എന്നു മുതലാണ് ഈ RSSനെ പറ്റിയിട്ട് ഈ ഐത്തം തോന്നി തുടങ്ങിയത് എന്ന് എനിക്കറിയില്ല. 2006-ൽ പറവൂരിൽ മനക്കപ്പടി സ്കൂളിൽ സതീശൻ പരിപാടിയിൽ പങ്കെടുത്ത് ഗുരുജി ഗോൾവാൾക്കറുടെ പടത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്ന ചിത്രം, ആ ചിത്രത്തിൽ വന്ന VD സതീശൻ തന്നെയല്ലേ ഈ VD സതീശൻ? ശബരിമലയിൽ ADGP MR അജിത് കുമാർ അമിതാധികാരം പ്രയോഗിക്കുന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ആരോപണമുണ്ട്. ദേവസ്വം ബോർഡിന്റെ അധികാരത്തിൽ കടന്നുകയറിയെന്നും പ്രത്യേക താൽപര്യത്തിൽ ഉദ്യോഗസ്ഥരെയും പോലീസുകാരെയും നിയോഗിച്ചുവെന്നും പറയുന്നു. ദേവസ്വം പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGP അസുഖകരമായി പെരുമാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 24 തിരുവനന്തപുരം.